സുഹൃത്തുക്കളെ, നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റും ഇപ്പോൾ വളരെ കാര്യമായിട്ടുള്ളൊരു ചർച്ച നടക്കുന്ന വിഷയമാണ് സവർക്കറെ കുറിച്ചുള്ളത്. അത് ഉയർന്നു വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണം, കാസർഗോഡ് ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്യൂസ് പരിപാടിക്ക് വേണ്ടി ഒരു ചോദ്യം തയ്യാറാക്കി. ആ ചോദ്യം എന്തായിരുന്നു? ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാലം ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കുട്ടികൾ എന്താ ഉത്തരം എഴുതിയെന്ന് അറിയില്ല. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം സവർക്കർ, വി.ഡി. സവർക്കർ ആണ് എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ചു എന്ന ആ ചോദ്യം ഉണ്ടല്ലോ, അതിൽ ചെറിയ ഒരു തന്ത്രം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ ലഭിച്ച ആൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അതിൻ്റെ ഒരു അർത്ഥം ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന് നരകയാതന അനുഭവിച്ച ആൾ എന്നുള്ളതായിരിക്കും. എന്നാൽ അങ്ങനെയാണോ സവർക്കർ? അല്ല. ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച ആൾ ത്രൈലോക്യനാഥ ചക്രവർത്തി എന്ന് പറയുന്ന ആളാണ്, സ്വാതന്ത്ര്യ സമര സേനാനി. ഏതാണ്ട് ഈ കാലത്ത് തന്നെ. ഇതൊക്കെ നമ്മളിപ്പോൾ ChatGPT-യിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. അല്ലാതെ സവർക്കർ അല്ല ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച ആൾ. ജയിൽ ശിക്ഷ ലഭിച്ചിട്ടുണ്ടാവും. 50 വർഷക്കാലം അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് കോടതി വിധിച്ചിട്ടുണ്ട്. വിധിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ സംഭവിച്ചത്? അദ്ദേഹം മാപ്പെഴുതി കൊടുത്തു. 6 തവണ മാപ്പെഴുതി കൊടുത്തു. മാപ്പെഴുതി വെറും സാധാരണ മാപ്പെഴുതി കൊടുക്കലല്ല, മുട്ടിലെഴിയുന്ന രീതിയിൽ അവരുടെ പാദസേവ ചെയ്യുക, ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്യുക, എന്നെ തുറന്നു വിടുകയാണ് ചെയ്യുക. ഞാൻ മാത്രമല്ല, എൻ്റെ അനുയായികളെയൊക്കെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കാം. അതിനെതിരായിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു മാപ്പാണ് എഴുതി കൊടുത്തത്. എന്നിട്ടും ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടില്ല അതിൽ. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ശിക്ഷ ഇളവ് ലഭിച്ച് പുറത്തേക്ക് ആൻഡമാൻ ദ്വീപിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നു. അങ്ങനെ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്ന കാലം എത്രയാണെന്ന് അറിയാമോ? വെറും 15 കൊല്ലമാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഈ ത്രൈലോക്യനാഥ ചക്രവർത്തി എന്ന് പറയുന്ന ആൾ ജയിലിൽ കിടന്നിട്ടുള്ള 30 വർഷമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച ആൾ ത്രൈലോക്യനാഥ ചക്രവർത്തിയാണ്, അത് സവർക്കർ അല്ല. പക്ഷേ ഈ അധ്യാപകൻ ഉദ്ദേശം എന്താണെന്നറിയോ? അതാണ് അയാളുടെ തന്ത്രം. ഈ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച ആൾ എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ ധരിക്കല്ലോ അയാളാണ് ഏറ്റവും കൂടുതൽ ത്യാഗം അനുഷ്ഠിച്ച ആൾ, ജയിലിൽ കിടന്ന് നരകയാതന അനുഭവിച്ച ആളെന്ന് വിചാരിക്കും. അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയാൾ ഉണ്ടാക്കിയതാണ്. അയാളെ സസ്പെൻഡ് ചെയ്തതിലാണ് ഇപ്പോൾ ചില ആളുകൾ സംഘപരിവാറിൻ്റെ ആളുകൾ കണ്ണീരൊഴുക്കുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ ഈ സവർക്കർ എന്ന് പറയുന്ന ആളുടെ പേരിൽ കണ്ണീരൊഴുക്കുന്നവർ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിനും അധികാരത്വത്തിനും കൂടെ നിൽക്കുന്നവരല്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താണ്? സവർക്കറെ പറ്റി ചില പുകഴ്ത്തലുകളൊക്കെ ഞാൻ വായിച്ചു. അദ്ദേഹം ആദ്യകാലത്ത് ചെയ്ത സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് അനുഷ്ഠിച്ച ത്യാഗങ്ങളും പ്രവർത്തനങ്ങളും, തീവ്ര പ്രവർത്തനങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ ഇന്ദിരാഗാന്ധിയൊക്കെ അതിനെ പുകഴ്ത്തിയിട്ടുണ്ട്, EMS പുകഴ്ത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ആണ്. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ഹിന്ദുത്വത്തിൻ്റെ വക്താവായി മാറി. ഇന്നിപ്പോൾ RSSകാർ കൊണ്ടുനടക്കുന്ന, BJP കൊണ്ടു നടക്കുന്ന ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താവ്, ഉപജ്ഞാതാവ് സവർക്കറാണ്. അദ്ദേഹമാണ് ഹിന്ദുരാഷ്ട്രവാദം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ഇവർ ആധാരമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സങ്കല്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സവർക്കറെ എന്നെപ്പോലുള്ള പുരോഗമനവാദികളായിട്ടുള്ള യുക്തിവാദികളൊക്കെ അനുകൂലിക്കാത്തത്. നമ്മൾ ജനാധിപത്യത്തിനും അധികാരത്വത്തിനും വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സവർക്കർ മുൻകാലങ്ങളിൽ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ടൊന്നും അദ്ദേഹത്തോട് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. മഹാത്മാഗാന്ധിയെ വധിക്കുന്നതിനുള്ള ഗൂഢാലോചനയിൽ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സവർക്കർ. ഗോഡ്സെയും സവർക്കറും ഒക്കെ കൂടിയുള്ളൊരു കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ഗൂഢാലോചന നടത്തിയത്. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വിട്ടയക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. അങ്ങനെയുള്ളൊരു വ്യക്തിയെ നമ്മൾ എന്തിനാണ് പുകഴ്ത്തുന്നത്?
ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പുകഴ്ത്തുന്ന ഈ സംഘപരിവാറിൻ്റെ ആളുകൾ സ്റ്റാലിനെ എപ്പോഴെങ്കിലും പുകഴ്ത്തിയിട്ടുണ്ടോ? സ്റ്റാലിൻ ക്രൂരനാണ്, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തള്ളി എന്നുള്ളതൊക്കെ അവർ പറയുന്നു. ശരിയാണ്, അങ്ങനെ ഞാനതിനോട് യോജിക്കുന്നില്ല, സ്റ്റാലിനോട് യോജിക്കുന്നില്ല. പക്ഷേ സ്റ്റാലിനാണെങ്കിലും ഹിറ്റ്ലറാണെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. തീരെ നല്ല കാര്യങ്ങൾ ചെയ്യാത്ത ഭരണാധികാരികളൊന്നും ഇത്ര ഏകാധിപതിയിലുണ്ടാവില്ല. അതൊക്കെ എടുത്ത് ഉഴപ്പിച്ച് കാണിച്ച് അതാ സ്റ്റാലിൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു, രണ്ടാം ലോകയുദ്ധത്തിൽ വിജയം, പിന്നെ സഖ്യശക്തികൾക്ക് വിജയം ഉണ്ടാകാൻ കാരണം സ്റ്റാലിനാണ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാലിനെ പുകഴ്ത്തുന്നത് ഇവർ പുകഴ്ത്തുമോ? നിഷ്പക്ഷരാണെന്ന് വിചാരിക്കുന്ന ഈ യഥാർത്ഥത്തിൽ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ഇവർ സ്റ്റാലിൻ്റെ ഈ നല്ല വശങ്ങളെ പറ്റി മുഴപ്പിച്ച് കാണിക്കുമോ? അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തുമോ? ഒരിക്കലും ചെയ്യാറില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇതൊന്നുമല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ യഥാർത്ഥത്തിൽ സംഘപരിവാറിനോട് ചായ്വുള്ള ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും എന്നെപ്പോലുള്ള പിന്നെ യുക്തിവാദികളും അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരും അല്ലെങ്കിൽ പിന്നെ പുരോഗമനവാദികളും ജനാധിപത്യ മതേതരത്വത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കും സവർക്കറോട് യോജിക്കാൻ കഴിയില്ല. ആ സവർക്കറെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലുള്ള ചോദ്യം ചോദിച്ച അധ്യാപകന് യഥാർത്ഥത്തിൽ സസ്പെൻഷൻ തന്നെ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത്രയേ പറയാനുള്ളൂ.